മുങ്ങിച്ചാകാൻ പോകുന്നവൻ കച്ചിത്തുരുമ്പിലും പിടിക്കുമെന്ന പഴമൊഴി ഓർപ്പിക്കുന്നതാണ് ഇപ്പോൾ LDF സഹാക്കൾ പടച്ചുവിടുന്ന തിരക്കഥകൾ. അതിലേറ്റവും കൗതുകകരമായ ഒരു തിരക്കഥയാണ് ഇപ്പോൾ ഒരു പുതിയ തലമുറ ചാനലിലൂടെ ഒരു ബഹുമാന്യനായിട്ടുള്ള മന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ചാനൽ ഇതിനോടകം തന്നെ ഒരു വാഴ്ത്തുപാട്ട് ചാനൽ എന്ന സൽപ്പേര് നേടിയ ചാനലാണ്. ഈ അടുത്ത കാലത്ത് വളരെയേറെ വിവാദമുണ്ടാക്കിയതും റേറ്റിംഗ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഏത് തരംതാണ ഏർപ്പാടുകളും ചെയ്യാൻ മടിയില്ലാത്ത ഒരു ചാനലിലാണ് ആ തിരക്കഥ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ അവതാരകൻ, അതായത് ഇതിൻ്റെ കഥാപാത്രമായിട്ട് നിൽക്കുന്ന നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ഒരു മന്ത്രി തന്നെയാണ് ശ്രീ MP രാജേഷ്. അദ്ദേഹവുമായി നടത്തിയ ഒരു അഭിമുഖം എന്ന മട്ടിലാണ് ആ തിരക്കഥ ഇപ്പോൾ ആ ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത്. അതിനകത്ത് പറയുന്ന ഒരു വലിയ ആരോപണം, ശ്രീ KC വേണുഗോപാൽ ദേവസ്വം മന്ത്രി ആയിരുന്ന കാലത്താണ് ഇപ്പോൾ ശബരിമല കൊള്ളയിലെ മുഖ്യ കഥാപാത്രമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ തന്ത്രിയുടെ സഹായിയായി വന്നത് എന്നാണ്. ഇത്രയും കാലം ആരും കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ കഥ എല്ലാ മസാലയും ചേർത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ്. ആ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന തിരക്കഥയിൽ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. അതിലേറ്റവും ഒന്നാമത്തെ അബദ്ധം എന്ന് പറയുന്നത് 2004 മുതൽ 2006 വരെ ആയിരുന്നു ബഹുമാന്യനായ KC വേണുഗോപാൽ കേരളത്തിൽ ദേവസ്വത്തിന്റെയും ടൂറിസത്തിന്റെയും ചുമതലയുള്ള മന്ത്രിയായിരുന്നത്. യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയുടെ സഹായിയായി ശബരിമലയുടെ ഉള്ളിൽ പ്രവേശിക്കുന്നത് 2007 അപ്പോൾ എങ്ങനെയാണ് 2004 മുതൽ 2006 വരെ ദേവസ്വം മന്ത്രിയായിരുന്ന ശ്രീ KC വേണുഗോപാലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് എന്ന പുതിയ തിരക്കഥ യുക്തിക്ക് നിരക്കുന്നത്? അപ്പോൾ അവിടെ തന്നെ ഇതിന്റെ വാദം പൊളിഞ്ഞിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ 2004, 2006 2 വർഷങ്ങളിൽ യഥാർത്ഥത്തിൽ UDF നിയമിച്ച ദേവസ്വം ബോർഡ് ആണെങ്കിലും ആ ദേവസ്വം ബോർഡുമായി ശ്രീ വേണുഗോപാൽ നിരന്തര സംഘട്ടനത്തിലും അഭിപ്രായ ഭിന്നതയിലുമായിരുന്നു. അതിന്റെ പ്രധാന കാരണം ദേവസ്വം ബോർഡിൽ നടക്കുന്ന നിയമനങ്ങൾ അനധികൃതമാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ബോധ്യപ്പെട്ടപ്പോൾ, അദ്ദേഹത്തിന് ശ്രദ്ധയിൽ വന്നപ്പോൾ അത് മാറ്റണം, അതുകൊണ്ട് നിയമനങ്ങളെല്ലാം മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ദേവസ്വം ബോർഡ് അന്ന് ശ്രീ G രാമൻ നായരാണ് പ്രസിഡന്റ്. MP ശ്രീകുമാറും പുനലൂർ മധുവുമായിരുന്നു ആ ബോർഡിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾ. ഈ G രാമൻ നായരും ശ്രീ പുനലൂർ മധുവും കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞുപോയി. അപ്പോൾ ആ കാലത്ത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി നിയോഗിച്ച ദേവസ്വം ബോർഡ് ആണെങ്കിലും ദേവസ്വം ബോർഡിലെ നിയമനങ്ങളെ സംബന്ധിച്ച് പരാതി ഉണ്ടായപ്പോഴാണ് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയായിരുന്ന KC വേണുഗോപാൽ ഇടപെട്ടത്. തുടർന്ന് അത് വിവാദമായപ്പോൾ അവിടുത്തെ നിയമനങ്ങളെ സംബന്ധിച്ചൊക്കെ അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പരിപൂർണന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ നിയോഗിക്കപ്പെട്ടതാണ്. അങ്ങനെ നിരന്തരമായിട്ടുള്ള ആശയ സംഘടനത്തിലായിരുന്നു അന്നും ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ എന്ന ദേവസ്വം മന്ത്രി. ഇപ്പോൾ ദേവസ്വം ബോർഡ് ആവർത്തിച്ചു പറയുന്നത് ദേവസ്വം ബോർഡ് ഒരു സ്വയംഭരണ സ്ഥാപനമാണ്, അതിനകത്ത് സർക്കാരിന് ഇടപെടാൻ, മന്ത്രിക്ക് പോലും ഇടപെടാൻ അവകാശമില്ല എന്നുള്ള പ്രതിവാദമാണ് അന്ന് ദേവസ്വം ബോർഡ് ഉന്നയിച്ചത്. അതേ ക്രമേണ ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ശ്രീ സുധാകരൻ ദേവസ്വം മന്ത്രിയായി LDFന്റെ ഭരണകാലത്ത് ഏറ്റുവരുന്നത്. അതേ തുടർന്നാണ് ആ സമയത്താണ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് രാജഗോപാൽ, ഒരു മാർക്സിസ്റ്റ് സഹയാത്രികനായിരുന്ന അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട EMSന്റെ മരുമകനായ ശ്രീ ഗുപ്തൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം പല ബോർഡുകൾ ഇങ്ങനെ മാറി മാറി വന്ന ഒരു കാലഘട്ടമാണ്. അപ്പോഴൊക്കെ ഒന്നും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ച് ആരും ഒരു ആരോപണവും ഉന്നയിക്കുന്നില്ല.
അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ കണ്ടുപിടുത്തവുമായി ആ ചാനൽ വന്നിരിക്കുന്നത് 2004-2006 കാലഘട്ടത്തിൽ ദേവസ്വം മന്ത്രിയായിരുന്ന ശ്രീ KC വേണുഗോപാൽ കൊണ്ടുവന്ന അവതാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ്. ശുദ്ധ സംബന്ധമാണ് ഇത്. അന്നും ഈ പറയുന്ന ഇപ്പോൾ ഈ തിരക്കഥ സൃഷ്ടിച്ച ചാനലൊന്നും ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അന്ന് പ്രധാനപ്പെട്ട വാർത്താ ചാനലുകളായിരുന്ന ഏഷ്യാനെറ്റ്, സൂര്യ, ഇന്ത്യ വിഷൻ തുടങ്ങിയതായിട്ടുള്ള ചാനലുകളൊക്കെ ഈ വിഷയം അന്ന് കാര്യമായി പൊതുശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. അതൊന്നും ഇപ്പോഴത്തെ പുതുതലമുറ മാപ്രകൾക്ക് വലിയ നിശ്ചയമില്ല. അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള പൊളിഞ്ഞ കഥകളുമായി ഇപ്പോൾ ബഹുമാന്യനായ എക്സൈസ് മന്ത്രി MB രാജേഷ് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് ഇപ്പോൾ എന്താണ് UDF-കാർ പാടാത്തത്? അതുപോലെ ചോദിക്കുന്നത്, UDF ഇപ്പോൾ ശബരിമല കൊള്ളയുടെ കാര്യത്തിൽ മൗനം പാലിച്ചിരിക്കുന്നുവെന്ന്. അതും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സഹാക്കൾക്കും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് ഏൽപ്പിച്ച പൊള്ളലിൽ നിന്ന് ഇപ്പോഴും സുഖം പ്രാപിച്ചിട്ടില്ല. എനിക്ക് പറയാനുള്ളത്, ഈ പോറ്റിയെ കേറ്റിയെ എന്നുള്ള ഗാനം ഉണ്ടാക്കിയ സ്വാധീനം എത്ര വലുതായിരുന്നു എന്ന് പലവട്ടം ചർച്ച ചെയ്തുകൊണ്ട് എനിക്ക് ഈ സഹാക്കളോടും ബഹുമാനായ മന്ത്രിയോടും പറയാനുള്ളത്, അത് ഒരു സന്ധ്യാപ്രാർത്ഥനയോ അല്ലെങ്കിൽ ആവർത്തിച്ച് ഉരുവിടേണ്ടതായിട്ടുള്ള ഒരു ഗാനമോ ആരാധനാലയങ്ങളിൽ മുഴക്കേണ്ടതായിട്ടുള്ള ഒരു ഗാനമോ അല്ല, മറിച്ച് അതൊരു പ്രത്യേക അവസരത്തിന് വേണ്ടി രചിച്ച ഗാനമാണ്. അത് ഇനിയും പാടാൻ വളരെ സമയം വരികയാണ്. അതുകൊണ്ട് അങ്ങ് വിഷമിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട മന്ത്രിയും സഹാക്കളും അക്കാര്യത്തിൽ ഒട്ടും വിഷമിക്കേണ്ട. 2 മാസത്തിനകം ആ പാട്ട് കുറച്ചുകൂടെ മസാല ചേർത്ത് അല്ലെങ്കിൽ അതിന് സമാനമായ അതിനേക്കാൾ കൂടുതൽ കടുപ്പമുള്ള പാട്ടുകൾ ഇനിയും നിരവധി വരും. അതുകൊണ്ട് ഈ പ്രതിപക്ഷ പാർട്ടികൾ ആ പാട്ടൊക്കെ ഒക്കത്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് ചുരുട്ടി വെച്ചിരിക്കുകയാണ് എന്നൊന്നും ഭയക്കേണ്ടതില്ല. പൂർവാധികം ശക്തിയോടുകൂടി ആ പാട്ടുകൾ കേരളത്തിലെ പൊതുസമൂഹം 2 മാസത്തിനുള്ളിൽ കേട്ടു തുടങ്ങും എന്നതും ഓർപ്പിക്കാനാണ് ഈ അവസരമെടുക്കുന്നത്. അതുകൊണ്ട് ശ്രീ KC വേണുഗോപാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം ഇതുപോലെയായിരുന്നല്ലോ ഒരു പൊളിഞ്ഞ വാദവുമായി വന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയുമായി വലിയ ബന്ധമുണ്ട്. എന്തൊരു വില കുറഞ്ഞ തരംതാണ ആക്ഷേപങ്ങളും ആരോപണം, യുക്തിക്ക് നിരക്കാത്ത ആരോപണങ്ങൾ, കള്ളം പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അതൊന്നും ഏറ്റില്ല എന്നുള്ളത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഫലത്തിൽ നിന്ന് പോലും ഈ CPM മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തിരിച്ചറിവിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അത്യന്തം ഖേദകരമായ വസ്തുത. അവർ പറയുന്നത്, ഞങ്ങൾ തിരുത്തും, ഞങ്ങൾ സ്വയം വിമർശനം നടത്തും, ആലോചിക്കും, തെറ്റുകളൊക്കെ തിരുത്തും, ഒരു കാലുകൊണ്ട് ചെളിയിൽ ചവിട്ടിയിട്ട് കഴുകിയതിനു ശേഷം പിന്നെ മറ്റേ കാലുകൊണ്ട് ചെളിയിൽ ചവിട്ടുന്ന ഒരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു സമീപനമാണ് CPM കുറെ കാലങ്ങളായി സ്വീകരിച്ച് കാണുന്നത്. അതിനകത്ത് ഒന്നുമില്ലാതെ വന്നപ്പോൾ കാരണഭൂതനെയും കപ്പിത്താനെയും ഒക്കെ ഒന്ന് പ്രീതിപ്പെടുത്താൻ വേണ്ടി സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരു നാടകമാണ് ഈ MB രാജേഷ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ വാട്സ് പാർട്ടി ചാനൽ ഒരു വേദി ഒരുക്കി കൊടുത്തു എന്നതാണ് പരമമായ സത്യം. അതുകൊണ്ട് ഈ തിരക്കഥ കൊണ്ടൊന്നും ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തെ വഴിമാറ്റി വിടാമെന്ന് കരുതുന്നത് മൗഢ്യമാണ്. കാലത്തിന് നിരക്കുന്നതായിട്ടുള്ള കഥകൾ മാത്രമേ ഇറക്കാവൂ എന്നാണ് വളരെ വിനയപൂർവ്വം ഇത്തരം ഈ തിരക്കഥാ സൃഷ്ടിതാക്കളോട് പറയാനായിട്ടുള്ളത്. അതിന് സ്തുതിപാഠകരായി ചാനൽ റേറ്റിംഗിന് വേണ്ടി ചില ചാനലുകളൊക്കെ രംഗത്ത് വരുന്നത് അവർ തന്നെ ഒരു പക്ഷേ ഇത് വിഴുങ്ങേണ്ടതായിട്ട് വരും. അടിസ്ഥാനരഹിതമായിട്ടുള്ള ഇത്തരം ആരോപണങ്ങളുമായി വന്നാൽ പുല്ലുവില പോലും കേരളത്തിലെ സംസ്കാര ചിത്തരായ രാഷ്ട്രീയ ബോധമുള്ള പൊതുസമൂഹം കൊടുക്കുകയില്ല എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുന്നത് നല്ലത്. ഇപ്പൊ ആകെ ഒരു വെപ്രാളത്തിലാണ്. എങ്ങനെയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നേരിടുക എന്ന ഒരു വലിയ പരിഭ്രമത്തിലാണ് ഇപ്പോൾ LDF നിൽക്കുന്നത്. അതിന്റെ ഒരു പ്രതിഫലനമായി മാത്രമേ ഈ ഒരു പുതിയ തിരക്കഥയെ കാണാൻ ഒക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരം പൊള്ളയായിട്ടുള്ള സത്യവിരുദ്ധമായിട്ടുള്ള തിരക്കഥകളുടെ സൃഷ്ടി, അവതരണം തുടങ്ങിയത് എത്രയും വേഗം അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്.
അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുറെ ട്രോളിംഗ് തൊഴിലാളികൾക്ക് ഇത് ഒരു തൊഴിലായി സ്വീകരിക്കാൻ നന്നായിരിക്കും. അതല്ലാതെ ഇത് യാതൊരു തരത്തിലും ഒരു സ്വാധീനവും കേരളത്തിലെ വിദ്യാസമ്പന്നരായ സമൂഹത്തിൽ ഉണ്ടാക്കുകയില്ല എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം.